പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രകാശൻ ലക്ഷ്മിയെ വിവാഹം കഴിക്കുന്നത് സ്വപ്നം കണ്ട് മുന്നിലേക്ക് പോവുകയാണ്. മാത്രവുമല്ല, അധികം വൈകാതെ തന്നെ ഞാൻ കാര്യങ്ങൾ നടത്തിയെടുക്കുമെന്നുള്ള വെല്ലുവിളി ഉന്നയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് അയാളുടെ ഈ കോമാളിത്തരത്തിനെല്ലാം ഒരു അന്ത്യം കാണാൻ സമയമായി എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കാർത്തിക വരുന്നത്. ഇതേ തുടർന്ന് കാർത്തിക തൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ ഉറപ്പിക്കുകയും ഇതിൻ്റെ ഭാഗമായി വീണ്ടും വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞ് അത് നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അധികം ആർഭാടമൊന്നും ഇനി വേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വിവാഹം നടത്താം, എൻ്റെ അമ്മയെ കാണുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് പ്രകാശൻ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് പ്രകാശൻ തൻ്റെ വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വീണ്ടും രജിസ്ട്രാർ ഓഫീസിലേക്ക് കടന്നു വരുന്നത്. ഇതിനിടയിൽ കല്യാണിയും കിരണും അവിടേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതോടെ നിങ്ങളെ വിളിച്ചുകൊണ്ടുവരണം എന്ന് ഞാൻ വളരെയധികം നേരമായി ആലോചിച്ചിരുന്നത്. എൻ്റെ വിജയം നിങ്ങളും കാരണം, അത് എൻ്റെ കൂടി ഒരു വാശിയാണ്. നിങ്ങളുടെ മുന്നിൽ എൻ്റെ വിവാഹം നടത്തിയില്ല എങ്കിൽ അതൊരു തോൽവി തന്നെ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നല്ലൊരു സമയം തന്നെ വന്നിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്ന പ്രകാശൻ ഇതേ തുടർന്ന് കാത്തിരിക്കുമ്പോഴാണ് അവിടേക്ക് കാർത്തിക കടന്നു വരുന്നത്. ഇതോടെ കാർത്തിക മോളോട്, എന്തായി, അമ്മ വന്നോ? ഇവിടെയെല്ലാം സെറ്റാണ്, ഇനി യാതൊരു പ്രശ്നവുമില്ല, വേഗം വിവാഹം നടത്തുകയേ വേണ്ടൂ എന്ന് പ്രകാശൻ പറഞ്ഞതിനെ തുടർന്നാണ് ഒരു 5 നിമിഷത്തിനുള്ളിൽ അമ്മ വരും എന്നുള്ള കാര്യം അറിയിക്കുന്നത് കാർത്തിക. ഇതോടെ പ്രകാശന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ലക്ഷ്മി എത്തുന്നത്. ഇതോടെ ലക്ഷ്മിയെ കാണുന്ന പ്രകാശൻ, നീ എന്തിനാടി ഇവിടേക്ക് വന്നത്? നിനക്ക് 5 കോടി രൂപ തന്ന് എല്ലാ കാര്യവും സെറ്റിൽ ചെയ്തതല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ലക്ഷ്മി, അപ്പോ വിവാഹം കാണണ്ടേ? നിങ്ങളുടെ വിവാഹം കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. ഓ, അങ്ങനെയാണോ? അത് നല്ലതാ, നിന്റെ കൂടി മുന്നിൽ വെച്ച് വേണം എനിക്ക് വിവാഹം കഴിക്കാൻ. അതും ഒരു നല്ല കാര്യമാണ്. നീ ഇവിടെ കാത്തു നിന്നോടി, എൻ്റെ പുതിയ വിവാഹത്തിനുള്ള പെണ്ണ് ഇപ്പൊ വരും. നീ കണ്ടോ കാർത്തിക മോളെ, അമ്മ വന്നില്ലല്ലോ എന്ന് പറയുകയുമാണ് പ്രകാശൻ. ഇതോടെ, അമ്മ വന്നല്ലോ, ദേ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നില്ലേ, അത് തന്നെയാണ് എൻ്റെ അമ്മ ലക്ഷ്മി എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന പ്രകാശൻ തിരികെ നോക്കുകയാണ്. ഇതോടെ, അതെ, എന്താ പ്രകാശ, എന്നെ വിവാഹം കഴിക്കുന്നില്ലേ? ഞാൻ തന്നെയാണ് അവളുടെ അമ്മ. ഇത് കേൾക്കുന്ന പ്രകാശൻ ആകെ പകച്ചു പോവുകയും, അപ്പോ അപ്പോ അതെ പ്രകാശ, നിന്നെ ഞങ്ങൾ കളിപ്പിക്കുകയായിരുന്നു. നീ വെറുമൊരു കൊരങ്ങനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയായിരുന്നു. ഇത് കേട്ട് കിരണും കല്യാണിയും, ഓ, എന്തൊക്കെയായിരുന്നു അയാളുടെ അഹങ്കാരം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എല്ലാവരുടെയും മുൻപിൽ നാണം കെട്ട് ആകെ ഇല്ലാതാകുന്ന പ്രകാശന് വീണ്ടും നെഞ്ചുവേദന അനുഭവപ്പെട്ട് താഴെ വീണിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.